അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടി പേഴ്സണൽ ലോൺ എടുത്തിട്ടാണ് ഫസ്റ്റ് ഇതിനൊരു ഫണ്ടിങ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം വർക്കിൻ്റെ ഒരു പകുതിയായിരുന്ന സമയത്താണ് എന്ന് തുടങ്ങാം, ഒരു മന്താണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ഡേറ്റ് നമുക്ക് മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതിന് മുന്നേ തന്നെ ഞങ്ങൾ ജസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്യാൻ തുടങ്ങി. ഇന്നത്തെ പോലെ നമ്മുടെ FB മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ മെറ്റാ മാർക്കറ്റിങ്ങോ അന്നില്ല. അന്ന് നമ്മൾ ചെയ്തത് ഈ ലീഫ്ലെറ്റ്സ്, അതായത് നോട്ടീസസ് പ്രിൻറ്റ് ചെയ്ത് ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ട് ഗേറ്റിലും ടെക്നോ പാർക്കിൻ്റെ ബാക്ക് ഗേറ്റിലും അതുപോലെ ടെക്നോ പാർക്കിൻ്റെ മറ്റ് ബിൽഡിങ്സിൻ്റെ കോറിഡോഴ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഈ പാംപ്ലെറ്റ്സ് ഇങ്ങനെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ പാംപ്ലെറ്റ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ടൊരു കോൾ വരികയാണ്, എനിക്കൊരു ഓൺസൈറ്റ് ട്രാവൽ ഉണ്ട് നെക്സ്റ്റ് വീക്കിൽ US-ലേക്ക്. അപ്പോൾ ഓൺസൈറ്റ് ട്രാവലിന് മുന്നേ തന്നെ ആ ഒരു ഓൺസൈറ്റ് പൊസിഷൻ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൻ്റെ പൊസിഷനാണ്. അപ്പോൾ ആ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൻ്റെ പൊസിഷൻ ആയതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഓട്ടോമേഷൻ അറിയില്ല. ഐ നീഡ് ടു അപ്സ്കിൽ ടു ഓട്ടോമേഷൻ. അതായത് നമ്മുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒബ്സ്ക്യൂറോ ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്തിട്ടില്ല, ഫർണിഷിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ കേസ് ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അന്ന് ആ കുട്ടി നമ്മളോട് പറഞ്ഞ്, നമുക്ക് നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ ടേബിളും വേണ്ട, ചെയറും വേണ്ട, എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്, എനിക്ക് എവിടെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ശരിക്കും ഒരു ഫൈൻ ഡേ മോർണിംഗിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒരു 2 ചെയർ എടുത്തുകൊണ്ട് വരുന്നിട്ടാണ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.